വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് 30 വീടുകളാണ്. അത് കോൺഗ്രസ് പ്രഖ്യാപിച്ച 100 വീടുകളിൽ ഞങ്ങളുടെ 30 വീടുകൾ കൂടി പെടും എന്ന രൂപത്തിലല്ല, മറിച്ച് കോൺഗ്രസ് 100 വീട് നൽകുമ്പോൾ അതിന്റെ കൂടെ പ്ലസ് 30 വീട് യൂത്ത് കോൺഗ്രസും കൂടി നൽകുമെന്നാണ് അന്ന് യൂത്ത് കോൺഗ്രസിന്റെ വിഖ്യാതനായിരുന്ന പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഇന്ന് നാട്ടുമൊത്തം അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം പ്രഖ്യാപിച്ചു പോയത്. ആ പ്രഖ്യാപനത്തിന്റെ ചുവട് പിടിച്ച് അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഒരു ജനറൽ സെക്രട്ടറി അന്ന് വയനാട്ടിൽ നിന്നുണ്ടായിരുന്നു. ഈ കുന്നമ്പറ്റക്കാരനായ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അദ്ദേഹം അടക്കമുള്ള ആളുകൾ മറുപടി പറയേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ വീട് എവിടെ, നിങ്ങൾ കോൺഗ്രസിന്റെ വീടിന്റെ കൂട്ടത്തിൽ ഞങ്ങളും കൂടി പങ്കാളിയാവുമെന്ന് പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് ഞങ്ങൾ പണം പിരിക്കുന്നത് 30 വീടുകൾ വേറെ തന്നെ വെക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞ് പണം പിരിച്ച 30 വീട് എവിടെ, അത് മറുപടി പറയാൻ ഈ കമ്മീഷൻ ഏജന്റായി പ്രവർത്തിക്കുന്ന യാതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത വയനാട്ടിലെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ ഒരു സമര പോരാട്ടങ്ങളുടെ പോലും ചരിത്രം പറയാനില്ലാത്ത, ഇടപെടലില്ലാത്ത, കേവലം നേതാക്കന്മാരുടെ പെട്ടി താങ്ങിയായി കടന്നു വന്ന യൂത്ത് കോൺഗ്രസിന്റെ കുന്നമ്പറ്റ എന്നുള്ള ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹത്തോട് പറയണം, നിങ്ങൾ മറുപടി പറയണം. നിങ്ങളാണ് ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് കൂടെ ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ അബദ്ധ സഞ്ചാരങ്ങൾക്ക് വേണ്ടി പാവങ്ങളുടെ കണ്ണീരിന്റെ പേരിൽ പിരിച്ചെടുത്ത ഈ പണം നിങ്ങൾ ഉപയോഗിച്ചോ എന്ന് മറുപടി പറയാൻ തയ്യാറാവണം. നിങ്ങൾ ആ കണക്ക് പുറത്തുവിട്, നിങ്ങൾ എവിടെ വീട് കൊടുക്കുമെന്ന് പറ. അതിന് പകരം നാട്ടിൽ വന്നുകൊണ്ട് ആരെങ്കിലും ഒക്കെ വിഷയങ്ങൾ ഉന്നയിച്ചാൽ അവർക്കെതിരെ തെറ്റായ സമീപനങ്ങളും പച്ചക്കള്ളങ്ങളും പ്രചരിപ്പിക്കുന്ന പണിയായിട്ടല്ല പോകേണ്ടത്. ഒരു സംസ്ഥാന ഭാരവാഹി എന്ന് പറഞ്ഞാൽ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ ഈ കോൺഗ്രസ് എത്തി നിൽക്കുന്ന ഈ ആനക്കാട്ടിൽ കൊണ്ടുപോയി സ്ഥലം എടുത്തതിന്റെ പുറകിലും ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. കോൺഗ്രസ് നേതൃത്വത്തെ തെറ്റായി വഴി നടത്തുന്ന ഏർപ്പാടിലാണ് ഇദ്ദേഹം ഉള്ളത്. ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്താൻ, ഇദ്ദേഹത്തിന്റെ ഇടപാടുകൾ, ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷണം നടത്താൻ DCC നേതൃത്വത്തിന് ചങ്കൂറ്റമുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് വയനാട് ജില്ലയിലെ പല നേതാക്കന്മാരുടെയും പെട്ടി താങ്ങിയായി അവരുടെ പുറകെ നടന്ന് പല സ്ഥാനമാനങ്ങളിലും കയറിപ്പറ്റിയതല്ലാതെ വയനാട് ജില്ലയിൽ നല്ല ഇടപെടൽ നടത്തുന്ന ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് സമരങ്ങളും പരിപാടികളുമായി കൃത്യമായി KSU കാലം നടന്നു വരുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവിടെയൊക്കെ നമുക്ക് ബഹുമാനമേ ഉള്ളൂ. ഒരു പ്രതിപക്ഷ ബഹുമാനം എപ്പോഴും ഉണ്ടാവുമല്ലോ ഉള്ളൂ. പക്ഷെ ഇയാളെപ്പോലുള്ള ആഭാസന്മാരെ അല്ല നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്ത് കൊണ്ടുപോയി ഇരുത്തേണ്ടത്. ഇവരെ അല്ല നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ടത്. ജഷീർ പള്ളിവേലിനെ പോലെ കഴിവും പ്രാപ്തിയുമുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ മാറ്റി നിർത്തിയാണ് ഇയാളെ പോലെയുള്ള ഒരു, അദ്ദേഹത്തെ കുറിച്ച് ചില വാക്കുകൾ ഉപയോഗിക്കാൻ എനിക്ക് തന്നെ അറപ്പ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത്രയും കാലം കടക്കുന്നില്ല. വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരു ജനപ്രതിനിധിയായി ഇരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളാണ് കുന്നമ്പറ്റയെന്നുള്ള ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഇദ്ദേഹം വലിയ തുക കമ്മീഷൻ പറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാട്ടിലെ ആന വന്ന് നിരങ്ങുന്ന ഭൂമി അതിന്റെ പേരിൽ വിൽക്കാതെ കിടക്കുന്ന ഈ 3.5 ഏക്കർ ഭൂമി കോൺഗ്രസ് നേതൃത്വത്തിന്റെ തലയിൽ കൊണ്ടുപോയി കെട്ടിവെച്ചിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം സാഹചര്യം മുതലാക്കുകയാണ് ചെയ്തത്. കാരണം യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഒരു പ്രതിസന്ധിയിലായി. നേരത്തെ 2024 മുതൽ പ്രഖ്യാപിക്കപ്പെട്ട് ഡിസംബർ 1 ആരംഭിക്കുമെന്ന് അന്നത്തെ KPCC പ്രസിഡന്റ് പറഞ്ഞു വെച്ച പുനരധിവാസം പ്രവർത്തനം നടത്താൻ സാധിക്കാതെ 2026 എത്തി നിൽക്കുമ്പോൾ അവിടെ വയനാട് ജില്ലയിലെ എല്ലാ ജനവിഭാഗങ്ങളും ഇവർക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ വീണ്ടും മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന T സിദ്ദീഖ് ഏതെങ്കിലും സ്ഥലം കിട്ടിയാലും മതി എന്ന് പറഞ്ഞ് ബത്തപ്പാടിലോട്. അദ്ദേഹത്തിന് വയനാടിനോട് താല്പര്യമില്ല, കാരണം അറിയാം അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ ജീവാത്മാവും പരമാത്മാവും കോഴിക്കോടാണ്. അദ്ദേഹം വയനാടുമായി യാതൊരു താല്പര്യവും അദ്ദേഹത്തിനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ കടന്ന് കിണഞ്ഞോടിയപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഈ പെട്ടിതാങ്ങി ഏർപ്പാടുള്ള നേതാക്കന്മാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഭൂമി എടുത്ത് തലയിൽ വെച്ചു കൊടുത്തതാണ്. അപ്പൊ ഇതൊക്കെ അന്വേഷിക്കാൻ, ഈ പാവപ്പെട്ട ദുരന്തബാധിതരുടെ പേര് നടത്തിയ ഈ കൊള്ള, ഈ ചതിയും ഈ വഞ്ചനയും അന്വേഷിക്കാൻ DCC നേതൃത്വത്തിന് തന്റെ ഇടമുണ്ടോ എന്നാണ് എനിക്ക് DCC നേതൃത്വത്തോട് ചോദിക്കാനുള്ളത്.